കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ആലപ്പുഴ ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സംസ്ഥാന സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. പുരുഷ വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലയും വനിതാ വിഭാഗത്തിൽ പാലക്കാട് ജില്ലയും ജേതാക്കളായി. കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടന്ന ആലപ്പുഴ ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാന സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. പുരുഷ വിഭാഗത്തിൽ പത്തനംതിട്ടയും വനിതാ വിഭാഗത്തിൽ പാലക്കാടും ജേതാക്കളായി. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയെത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സമാപന യോഗത്തിൽ എസ് നുജുമുദ്ദീൻ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്യൂർ, SK ജയകുമാർ, B രാജലക്ഷ്മി, ജൂഡ് ആന്റണി, വേലഞ്ചിറ സുകുമാരൻ, സുനിൽ കൊപ്പാറയത്ത്, S ബാബുരാജ്, തമ്പി പരമേശ്വരൻ, ശശിധരൻ അച്യുതൻ, രഞ്ജു സക്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കോളേജിന്റെ ഗ്രൗണ്ടിൽ വന്ന് വളരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. കളിയിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട്. പരാജയമല്ല, വിജയിക്കാൻ വേണ്ടിയുള്ളതിൻ്റെ ഒരു ചെറിയ കയ്പാണ്. അത് മാത്രം കണ്ടുവച്ചാൽ മതി. പരാജയപ്പെട്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജയിച്ചവർ അഹങ്കരിക്കാതെ അവരും നല്ല രീതിയിൽ കളിച്ച് നാഷണൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആ നിലവാരത്തിൽ നിങ്ങളൊക്കെ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ജില്ലാ ഭാരവാഹികളും നിങ്ങൾക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പല മേഖലയെ പറ്റിയും എനിക്കറിയാമെങ്കിലും ഇതുപോലെ കൊച്ചു കുട്ടികളായ നിങ്ങളെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന് ആ വിരിഞ്ഞു വരുന്ന പിന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങൾ, താറാവ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന പോലെ അതിൻ്റെ പേരൻസ് നിങ്ങളെ അവരെ വളർത്തുന്ന പോലെ തന്നെയാണ് ചിറകിൻ്റെ കീഴിൽ വെച്ച് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ കളിച്ച് നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനുള്ള ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് PSCയിലെ അപ്പോയിൻമെൻ്റ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിശ്ചിത ശതമാനം 30% അങ്ങാണ്ട് മാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കുവാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ അതുപോലെ ഇവിടെ ആലപ്പുഴ ജില്ലക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, കാരണം ഞാനും കൂടെ ഉൾപ്പെടെയുള്ള നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം 2-1. ഏത് കാര്യത്തിലും 2-1. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നു, ചിലപ്പോൾ ചിലർ തോക്കുന്നു, ചിലർ ജയിക്കുന്നു. ഇപ്പം തോക്കുന്നില്ല, പരീക്ഷയ്ക്കൊന്നും ഇപ്പം ആരും തോക്കുന്നില്ല. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോഴാണ് തോൽവിയും പരാജയമൊക്കെ. ഇത് തോറ്റവർ അടുത്തത് ജയിക്കാൻ വേണ്ടിയുള്ള കൂടുതൽ ആർജവം എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജയിച്ചവർ, നമുക്കറിയാം കേരള നെറ്റ്ബോൾ അസോസിയേഷൻ്റെ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ നെറ്റ്ബോൾ, വേറൊന്ന് ഫസ്റ്റ് 5, മൂന്നാമത്തേത് മിക്സഡ്. ഈ 3ലും സർട്ടിഫിക്കറ്റുകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ PSCക്കും അതോടെ തന്നെ നമ്മുടെ ഗ്രേസ് മാർക്കിനുമെല്ലാം അർഹരാണ്. നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനത്തിന് നമ്മൾ അർഹരാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പല കായിക താരങ്ങളും കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ജോലികളിലേക്ക് അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്. നമ്മുടെ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ മെഡൽ നേടിയ തിരുവനന്തപുരത്ത് നടന്ന നാഷണൽ ഗെയിംസിൽ മെഡൽ നേടിയ 12 പേർക്കും നെറ്റ്ബോളിൽ ജോലി ലഭിച്ചെന്നവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാതെ ഇൻ്റർനാഷണൽ കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ട്. അവർക്കെല്ലാം നിങ്ങൾക്കും അതുപോലെ കടന്നു വരാൻ അവസരമുണ്ട്. നാളുകളിൽ ഇവിടെ കളിക്കുന്ന കുട്ടികൾ തന്നെയായിരിക്കും ഇൻ്റർനാഷണലിൽ പോകേണ്ടത്. കേരള സ്പോർട്സ് കൗൺസിലൂടെ, ഇന്ത്യൻ ഗവൺമെൻറ്റിലൂടെയൊക്കെ പോകേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തുടക്കമെന്ന നിലയിലാണ് നമ്മുടെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്തിയും അതോടൊപ്പം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തിയും മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മറ്റ് പല ഗെയിമുകൾ നടക്കുമ്പോഴും ഒരുപക്ഷെ 10 ജില്ല, 12 ജില്ല, 13 ജില്ല, 8 ജില്ലകളാണ് പങ്കെടുക്കുന്നതെങ്കിൽ നെറ്റ്ബോളിനെ സംബന്ധിച്ചിടത്തോളം 14 ജില്ലയും പങ്കെടുക്കുന്ന ഏക കായിക ഇനം നെറ്റ്ബോളാണെന്ന കാര്യം നമുക്ക് അഭിമാനപൂർവ്വ വികസനം നമുക്ക് പറയാൻ കഴിയും. അതെല്ലാം നിങ്ങളുടെ കഴിവുകൊണ്ടാണ്, നമ്മുടെ സംഘാടകർ കഴിവുകൊണ്ടാണ്, നമ്മുടെ ജില്ലാ അസോസിയേഷനുള്ള കഴിവുകൊണ്ടാണ്. ജില്ലകളിൽ ചാമ്പ്യൻഷിപ്പ് നടത്തി ആണ് ഇതിനകത്ത് കടന്നു വരുന്നത്. ചാമ്പ്യൻഷിപ്പ് നടത്തി അവിടുന്ന് സെലക്റ്റീവായ ടീം, ഞാൻ ഇന്നലെ പല ജില്ലകളും ചോദിച്ചു, നിങ്ങൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ എത്ര ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്? 8ഉം 9ഉം 7ഉം 11ഉം 12 ജില്ലകളിൽ നടക്കുന്ന ക്ലബ്ബുകൾ പങ്കെടുത്ത് അതിൽ സെലക്റ്റീവായ 12 പേരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഇവിടുത്തെ മാറ്റുരയ്ക്കാൻ എത്തിച്ചേർക്കുന്നത്. എല്ലാവർക്കും എന്തായാലും വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ആർക്കും വിഷമം വിചാരിക്കേണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്ത ആഴ്ച 2 മുതൽ 2, 3, 4 തീയതികളിൽ പാലായിൽ നടക്കുന്ന മത്സരത്തിൽ നിങ്ങൾക്കും വീണ്ടും അവരെയൊക്കെ തോൽപ്പിച്ച് കയറി വരാൻ കഴിയും. അങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യണം. CDNet ന്യൂസ്, കായംകുളം.